ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർ ആൻഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ചാണ്. നമുക്ക് ഫയർ എന്താണെന്ന് നോക്കാം. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫയറിനകത്ത് തന്നെ ടൈപ്സ് ഓഫ് ഫയർ ഉണ്ടാവും. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ഫയർ എക്സ്റ്റിങ്ക്വിഷർ പലതരമുണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ടൈപ്പ് എ, ടൈപ്പ് ബി, ഓരോ ടൈപ്പിനും ഏത് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫയർ എന്താണെന്ന് നോക്കാം. ഫയറിന് നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫയർ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് കമ്പൈൻ കെമിക്കലി വിത്ത് ഓക്സിജൻ ഫ്രം ദ എയർ ആൻഡ് ടിപ്പിക്കലി ഗിവ് ഔട്ട് ബ്രൈറ്റ് ലൈറ്റ്, ഹീറ്റ് ആൻഡ് സ്മോക്ക്, കമ്പസ്റ്റിൻ ഓർ ബേണിംഗ്. അതായത് പദാർത്ഥങ്ങൾ വായുവിൽ നിന്നുള്ള ഓക്സിജനുമായി രാസപരമായി സംയോജിച്ച് സാധാരണയായി തിളക്കമുള്ള പ്രകാശം, ചൂട്, പുക എന്നിവ പുറത്തുവിടുന്ന പ്രക്രിയ. അതായത് നമുക്കറിയാം, ഫയർ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ശക്തമായ തിളക്കമുള്ള പ്രകാശമുണ്ടാവാം, ഭയങ്കര ശക്തമായ ചൂടുണ്ടാവും, പിന്നെ പുകയുണ്ടാവും. അപ്പോൾ ഇത് ഫയർ എന്ന് പറയുന്നൊരു കെമിക്കൽ പ്രോസസ്സാണ്. രാസപരമായിട്ടാണ് ഓക്സിജനുമായിട്ട്, വായുവിലുള്ള ഓക്സിജനുമായിട്ട് നമ്മുടെ പദാർത്ഥങ്ങൾ, അതിപ്പോൾ വുഡാവാം, അങ്ങനെ എന്തും തീ പിടിക്കുന്ന ഫ്ലേമബിൾ ആയിട്ടുള്ള എന്തും ആവാം, അത് വായുവിലുള്ള ഓക്സിജനുമായി ചേർന്ന് ഉണ്ടാവുന്ന ഒരു രാസപ്രക്രിയയാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം ഏതൊക്കെയാണ്? പ്രകാശമുണ്ടാവാം, കടുത്ത ചൂടുണ്ടാവാം, പുക എന്നിവയുണ്ടാവാം. അപ്പോൾ ഈ പ്രക്രിയയ്ക്കാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫയറിനെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രയാങ്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഫയർ ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്? എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹീറ്റ് വേണം, താപം വേണം, പിന്നെ ഫ്യൂവൽ വേണം, പിന്നെയോ ഓക്സിജൻ വേണം. അപ്പോൾ അതിനെ നമ്മളൊരു ട്രയാങ്കിളായിട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം, അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഒരു ഫയർ ഉണ്ടാകാൻ വേണ്ടത്? ഹീറ്റ്, ഫ്യൂവൽ, പിന്നെയോ ഓക്സിജൻ. അതൊരു ട്രയാങ്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്താണെന്ന് നോക്കാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് ആൻ ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഓർ കൺട്രോൾ ഫയേഴ്സ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. അതായത് നമുക്കൊരു അടിയന്തര ഘട്ടത്തിൽ ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, തീ അണയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് ഫയർ ഉണ്ടാവാൻ വേണ്ടത് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. അപ്പോൾ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫയറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അണയ്ക്കാൻ പറ്റും. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത് റിമൂവിങ് എനി ഓഫ് ദിസ് 3 തിങ്സ്. അതായത് 3 തിങ്സ് ആണ് ഫയർ ഉണ്ടാകാൻ വേണ്ടത്. അതിലൊരു എലമെൻറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഫയർ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ആ പ്രക്രിയയ്ക്കാണ് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. അത് എന്താണ് പറയുക, ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ, തീ അണയ്ക്കാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫയർ, അതായത് ഡിഫറെൻറ്റ് ഫ്യൂവൽസാണ് നമ്മൾ ഫയറിങ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്യൂവൽസിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്താണ് പറയുക, ഫയർസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്യൂവൽസ് എന്തൊക്കെയായിരിക്കും? ഓർഡിനറി കമ്പസ്റ്റിബിൾസ്, ഓർഡിനറി ആയിട്ടുള്ള കമ്പസ്റ്റിബിൾസ്, കത്തിപ്പിടിക്കുന്ന സാധനങ്ങൾ, തീ പിടിക്കുന്ന സാധനങ്ങൾക്കാണ് എന്താണ് വുഡ്, പേപ്പർ, ക്ലോത്ത്, ട്രാഷ്, പ്ലാസ്റ്റിക്സ് എന്നിവയാണ് ക്ലാസ് എ. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ്, തടി അല്ലെങ്കിൽ പേപ്പർ, ക്ലോത്ത്, ട്രാഷ്, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ മൂലം ഉണ്ടാകുന്ന ഫയറിന് എന്താ പറയുക? ക്ലാസ് എ ഫയർ എന്ന് പറയും. ഇനി ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞാലോ? ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ഗ്യാസസ്. ഫ്ലെയിമബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസോലിൻ, പെട്രോളിയം, ഓയിൽ ആൻഡ് പെയിൻറ്റ്. ഫ്ലെയിമബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടൈൻ. അപ്പോൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സും ഗ്യാസസിൻ്റെയും മൂലം ഉണ്ടാകുന്ന ഫയർസിന് ക്ലാസ് ബി ഫയർ എന്ന് പറയും. ഒഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ, ഇതിനെയാണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഇനി ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞാലോ? ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞാൽ എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മൂലം ഉണ്ടാകുന്ന ഫയറിനെയാണ് എന്താ പറയുന്നത്? ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, അപ്ലയൻസസ് എന്നിവ മൂലം, അപ്പം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അതുമൂലം ഉണ്ടാകുന്ന തീപിടുത്തത്തിനാണ് എന്താ പറയുന്നത്? ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് മോട്ടർ, ട്രാൻസ്ഫോമേഴ്സ്, അപ്ലയൻസസ് എക്സെട്ര. ഇനി ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റൽസ്, അതായത് തീ പിടിക്കുന്നതായിട്ടുള്ള മെറ്റലുകൾ മൂലം ഉണ്ടാകുന്ന ഫയറിന് എന്താ പറയുന്നത്? ക്ലാസ് ഡി ഫയർ എന്ന് പറയും. എക്സാമ്പിൾ ഏതാണ്? പൊട്ടാസ്യം, സോഡിയം, അലുമിനിയം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ ഇതിനാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ക്ലാസ് കെ എന്ന് പറഞ്ഞുകൊണ്ട്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനില്ലെങ്കിലും നോക്കിയേക്കാം. ക്ലാസ് കെ ഫയർസ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഓയിൽസും ഗ്രീസും
ആനിമൽ ഫാറ്റ്സ്, വെജിറ്റബിൾ ഫാറ്റ്സ്, ഇതൊക്കെയാണ് ക്ലാസ് കെ ഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഫയർ ഉണ്ടാകുമ്പോൾ ഫയർ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിലൊരു എലമെൻറ്റ് തീപിടുത്തം ഉണ്ടാകാൻ കാരണമാകുന്ന 3 എലമെൻറ്റ്സിൽ ഒരു എലമെൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫയർ ഫൈറ്റിങ് ആ ഒരു എക്സ്റ്റിങ്ക്വിഷറിന് നമ്മൾ ഫസ്റ്റത്തെ വാട്ടർ ആൻഡ് ഫോം, അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്, അടുത്തത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കെമിക്കൽസ്, അടുത്തത് നമ്മൾ വെറ്റായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കും, പിന്നെ ക്ലീൻ ഏജൻറ്റ്സ് ഉപയോഗിക്കും. ഇത്രയാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ്. ഇനി നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്താണ് ഫോം എക്സ്റ്റിങ്ക്വിഷർ. ഫോം എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത് ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയർസ്, ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ റണ്ണിങ് ലിക്വിഡ് ഫയേഴ്സിലാണ് കേസിൽ നമ്മൾ ഫോം എക്സ്റ്റിങ്ക്വിഷറാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് വെയർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും അടുത്ത ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ക്ലാസ് ഡി ഫയേഴ്സിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വാട്ടർ ഫിൽഡ് വണ്ണിന് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷറിന് സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറിന് ഉള്ളത്. ഇതിലൊരു ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചർ എന്ന് പറയുന്നത് ഫോർക്ക് ഷേപ്പ്ഡ് നോസിലായിരിക്കും. പിന്നെ പൗഡേഴ്സാണ് നമ്മൾ എക്സ്റ്റിങ്വിഷിങ് ഇതായിട്ട് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരെണ്ണം ഡിസ്റ്റിങ്റ്റീവ്ലി ഷേപ്പ്ഡ് ഡിസ്ചാർജ് ഹോൺ. അതിൻ്റെ ഒരു ഡിസ്ചാർജ് ഹോണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മളതിനെ തിരിച്ചറിയും. പിന്നെ അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിലൊരു പ്ലങ്ങർ, ലിവർ ട്രിഗർ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഹാലോൺ എക്സ്റ്റിങ്ക്വിഷർ. ഹാലോൺ എക്സ്റ്റിങ്ക്വിഷറിനകത്ത് കാർബൺ ടെട്രാക്ലോറൈഡും ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥെയിനും ആയിരിക്കും BCF എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഫില്ല് ചെയ്തിട്ടായിരിക്കും ഹാലോൺ എക്സ്റ്റിങ്ക്വിഷേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. എന്താണ് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥെയിൻ. ഇനി നമുക്കൊരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എ ഫയറിൻ്റെ കേസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോം ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എയ്ക്കും ക്ലാസ് ബിക്കും പറ്റും. ഡ്രൈ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എയ്ക്കും ക്ലാസ് ബിക്കും ക്ലാസ് സിക്കും പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എയ്ക്ക് പറ്റില്ല, ക്ലാസ് ബി പിന്നെയോ ക്ലാസ് ഇക്ക് പറ്റുള്ളൂ. വെറ്റ് കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എയ്ക്കും ക്ലാസ് എഫിനും മാത്രമേ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ടൈപ്സ് ഓഫ് ഫയർ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയേഴ്സ് വിത്ത് ട്രാഷ്, വുഡ്, പേപ്പർ ഓർ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ സച്ച് ആസ് ദ ഫ്യൂവൽ സോഴ്സ്. അപ്പോൾ വുഡ്, പേപ്പർ, ക്ലോത്ത് എന്നിവയാണ് ഫ്യൂവൽ സോഴ്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് എ ഫയർ ആയിരിക്കും. ഫ്ലെയിമബിൾ ഓർ കമ്പസ്റ്റബിൾ ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്യൂവൽ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് ബി ആയിരിക്കും. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ക്ലാസ് സി ആയിരിക്കും. ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നൈറ്റബിൾ, അതായത് കത്തിപ്പിടിക്കുന്ന മെറ്റൽസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് ഡി എന്ന് പറയും. ഇനി അടുത്ത ടൈപ്സ് ഓഫ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്: വാട്ടർ ആൻഡ് ഫോം, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെയോ ഡ്രൈ കെമിക്കൽ, വെറ്റ് കെമിക്കൽ. ഇത്രയാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനകത്ത് കണ്ടത്. ഇനിയും ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ കണ്ടു ഏതിനൊക്കെ പറ്റും എന്നുള്ളത് കണ്ടു. അടുത്തത് നമുക്ക് ഒരു ടേബിൾ നോക്കാം. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മളൊരു ടാബുലാർ ഫോമിൽ ആക്കിയിട്ടുണ്ട്. ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞാൽ വുഡ്, പേപ്പർ, ക്ലോത്ത് എക്സെട്ര ആയിരിക്കും. അതായത് സോളിഡ് മെറ്റീരിയൽസ് ആയിരിക്കും ഫ്യൂവൽ എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ക്വിഷിങ് ഏജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ ജെറ്റാണ് നമ്മൾ ക്ലാസ് എ ഫയർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡും ലിക്വിഫബിൾ സോയിൽസും. അപ്പോൾ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സോളിഡ്സിനെയും ഫ്ലെയിമബിൾ ആയിട്ടുള്ള കത്തിപ്പിടിക്കുന്നതായിട്ടുള്ള ലിക്വിഡ്സിനെയും ക്ലാസ് ബി ഫയർ എന്ന് പറയും. അത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ഫോം, ഡ്രൈ പൗഡർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. ഈ ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഗ്യാസ് ആൻഡ് ലിക്വിഫയബിൾ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് സി ഫയർ എന്ന് പറയും. ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ആൻഡ് ലിക്വിഫയബിൾ ഗ്യാസ്. ഇവിടെ നമ്മൾ എക്സ്റ്റിങ്ക്വിഷറായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈ പൗഡറാണ്. ഇനി നമ്മൾ ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ നമ്മൾ പറഞ്ഞു കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റൽസും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷറായിട്ട് ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ, വേപ്പറൈസിങ് ലിക്വിഡ്, അതായത് CTC, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ പൗഡർ ആൻഡ് വേപ്പറൈസിങ് ലിക്വിഡ്. നമുക്ക് ഉപയോഗിക്കാം. വാട്ടറോ അല്ലെങ്കിൽ ഫോമോ ഒന്നും മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒന്നുകൂടെ നോക്കാം. ക്ലാസ് എ ഫയറിനകത്ത് ഏതൊക്കെ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കുന്നു, ക്ലാസ് ബിക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നു, ക്ലാസ് സിക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നു, ക്ലാസ് ഡിക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഒരു ലേബൽ ഉണ്ടായിരിക്കും. ഏത് ടൈപ്പ് എക്സ്റ്റിങ്വിഷറാണ്, കമ്പസ്റ്റബിൾ, ലിക്വിഡാണോ, ഇലക്ട്രിക്കലാണോ, ഫ്ലെയിമബിൾ മെറ്റൽസ്, ഏത് ടൈപ്പ് ഓഫ് ഫയറിനാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഒരു ലേബൽ ഉണ്ടായിരിക്കും. പിന്നെ അത് ഹാൻഡിലുണ്ടായിരിക്കും, പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് ലിവർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലോക്കിംഗ് പിന്നുണ്ടായിരിക്കും. അതൊരു സേഫ്റ്റി ഗാർഡായിട്ടാണ് നമ്മളൊരു ലോക്കിംഗ് പിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ആ പിന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും, അതായത് ടാങ്ക് ഫുള്ളാണോ എം ടി ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഡിസ്ചാർജ് നോസിലുണ്ടായിരിക്കും, അതായത് ഫയർ എക്സ്റ്റിങ്വിഷർ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫയർ എക്സ്റ്റിങ്വിഷർ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. 4 സ്റ്റെപ്പാണ്: പുൾ, എയിം, സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് പാസ് ടെക്നിക്ക്. ഫസ്റ്റത്തെ പുള്ള്, നമ്മൾ ആ പിൻ പുള്ള് ചെയ്യുന്നു. നമ്മൾ ആ പിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റിങ്വിഷർ റെഡിയാവും. അതിനാണ് പുൾ റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്തത് നമ്മൾ എയിം ചെയ്യുന്നു. ഫ്യൂവൽ ഹിറ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്ലെയിമിലേക്ക് എയിം ചെയ്തിട്ട് എക്സ്റ്റിങ്വിഷർ ഏജൻറ്റ് ഹിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ സ്ക്വീസ് ചെയ്തിട്ട് ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിങ്വിഷിങ് ഏജൻറ്റ് റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് സ്ക്വീസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ സ്വീപ്പ് ചെയ്യുന്നു, അതായത് സൈഡ് ടു സൈഡായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് സ്വീപ്പ് ചെയ്യുന്നു. ഫയർ കംപ്ലീറ്റ്ലി കൺട്രോൾ ആവുന്നവരെ അല്ലെങ്കിൽ എക്സ്റ്റിങ്വിഷ് കെടുന്നവരെ നമ്മൾ ആ സ്വീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നോക്കാം. വാട്ടർ ഒരിക്കലും ഇലക്ട്രിക്കൽ ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ ഫ്രണ്ടിലൊന്നും വയ്ക്കാൻ പാടില്ല. ഫയർ എക്സ്റ്റിങ്വിഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം, അതായത് മാസത്തിലൊരിക്കലെങ്കിലും നമ്മളത് ചെക്ക് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ആരെങ്കിലും നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള ആരെങ്കിലും ഫയർ ഫൈറ്റിങ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരെയും അവിടേക്ക് കടത്തിവിടാൻ പാടില്ല. അവർ നിർബന്ധിച്ചാലും നമ്മളവരെ അനുവദിക്കാൻ പാടില്ല. അടുത്ത, നെവർ എൻ്റർ ദ ബിൽഡിംഗ് ഓർ സോൺ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വെൻ ദ അലാം ഈസ് റിംഗിങ്. ഫയർ അലാം റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബിൽഡിങ്ങിലേക്കോ പ്രെമിസിലേക്കോ എൻ്റർ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഹൗസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഓഫീസ് ബേണിംഗ് അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് അല്ലെങ്കിൽ ഫയറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ ഒരു ചെറിയ സ്പേസ് മതി നമുക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ മോസ്റ്റ് ഓഫ് പ്രോബ്ലി അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, കൂടുതൽ കാലം ഉപയോഗിക്കാം. പിന്നെ ഡിസ്പോസിബിൾ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഷെൽഫ് ലൈഫ് 12 to 15 years ഉണ്ടായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പേർട്സിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫയറിലേക്ക് അതായത് വാട്ടർ നമ്മൾ ഇലക്ട്രിക്കൽ ഫയറിൻ്റെ കേസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഫയറിനെ കുറിച്ചും ഫയർ ഫൈറ്റിങ്ങിന് ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷറാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ഫയറാണ് എന്നൊക്കെയുള്ള നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഫയർ ആൻഡ് ഫയർ എക്സ്റ്റിങ്വിഷർ എന്നുള്ളത്.